പലപ്പോഴും മനുഷ്യൻ്റെ വളർച്ചയിൽ സന്തോഷിക്കുന്നവർ കുറവാണ്. അത് ആത്മീയരുടെ ഇടയിലും മറ്റുള്ള മനുഷ്യരുടെ ഇടയിലും ഒരുപോലെ തന്നെയാണ്. നാം ഭൗതികമായി വളർന്നാൽ അസൂയപ്പെടുന്നവരുണ്ട്. നാം ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിച്ച് ഉന്നതികളിലേക്ക് കയറി വരുമ്പോൾ നാം അറിയാതെ നമുക്കെതിരെ ശത്രുഗണം വർദ്ധിക്കുന്നുണ്ടാവും. ഇതിൻ്റെ എല്ലാം പിന്നിലൊരൊറ്റ രഹസ്യമേ ഉള്ളൂ. മറ്റു മനുഷ്യർ ആത്മീയർ എന്ന് അഭിമാനിക്കുന്നവർ ഒരുപക്ഷെ നമ്മുടെ വളർച്ചയ്ക്ക് ഒരു വര വരച്ചിട്ടുണ്ടാകും. ഇതുവരെ വളരും, ഇതിനപ്പുറം അങ്ങ് പോകത്തില്ല. പ്രിയരെ, നാം അറിയാതെ നമുക്കെതിരെ നമ്മളെക്കുറിച്ച് വരച്ചിരിക്കുന്ന ഒരു വര, ഇതുവരെ വളർന്നാൽ മതി, ഇതിനപ്പുറം അങ്ങ് വളരത്തില്ല എന്ന് നിങ്ങളെ നോക്കി പറഞ്ഞേക്കാം. നിങ്ങളുടെ തലമുറയെ നോക്കി പറഞ്ഞേക്കാം. നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ചൊരു വര വരച്ചേക്കാം. ഇതൊക്കെ ഇങ്ങനെ ചെന്ന് അവസാനിക്കൂ, ഇന്നിങ്ങനെ പോകത്തുള്ളൂ എന്നൊക്കെ. പക്ഷേ എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെയൊക്കെ വിലയിരുത്തുന്നത്, ഇങ്ങനെയൊക്കെ ഒരു വരയ്ക്കേണ്ടി വരുന്നത്? അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ, നമ്മൾ നോക്കി മറ്റൊരാൾ നമ്മളെ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ലെവലിൽ നമ്മളെ തരം താഴ്ത്തി നമ്മളെ വിലയിടുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മൾ വളർന്നു വന്ന സാഹചര്യം, നമ്മുടെ ജോലി മേഖല, ഇതെല്ലാം വച്ചുകൊണ്ട് മറ്റു മനുഷ്യർ നമ്മളെ ഒരു വിലയിരുത്തുകയാണ്. ഇവൻ ഇത്രത്തോളം എത്തും, ഇവനതിനപ്പുറം പോകത്തില്ല. വാസ്തവമായി വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരെക്കുറിച്ച് യഹൂദ പ്രമാണിമാരിൽ ശാസ്ത്രിമാരും പുരോഹിതന്മാരും മറ്റു പല വിഭാഗങ്ങളിൽ, ഉന്നതികളിൽ, ആത്മീയത്തിൽ, സാമ്പത്തികത്തിൽ, ദേശത്തിൻ്റെ സ്റ്റാറ്റസിൽ ഒക്കെ ഉന്നതിയിൽ നിന്നവർ വിലയിരുത്തിയൊരു വിലയിരുത്തലുണ്ടായിരുന്നു. അതിനപ്പുറം വളർന്നപ്പോൾ ഇവരെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും, ഒരു ഭയങ്കരമായ ധൈര്യം, രാജാക്കന്മാരുടെ മുൻപിൽ, ശക്തന്മാരായ ശാസ്ത്രിമാരുടെ മുൻപിൽ, വേദപുസ്തകത്തിലെ ന്യായപ്രമാണത്തിലെ ദൈവവചനങ്ങൾ പകർത്തി എഴുതുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വിഭാഗം, അവരുടെ മുൻപിൽ പോലും ന്യായപ്രമാണവും തിരുവചനവും വളരെ വ്യക്തമായി ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടർ. ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താ? ഇവർ പഠിപ്പില്ലാത്തവർ, സാമാന്യരായ മനുഷ്യർ. ഇത് മനസ്സിലാക്കിയിട്ട് അവർ ആശ്ചര്യപ്പെടുകയാണ്. അടുത്തൊരു വാക്യം, എന്താണ് ഇവരെ മാറ്റിയത്? വിദ്യാഭ്യാസമില്ലാത്ത സാമാന്യ കുടുംബത്തിൽ ജനിച്ച ഈ പഠിപ്പില്ലാത്ത ഈ മനുഷ്യരുടെ കണ്ട് ഇത്രയും മാറ്റമുണ്ടാകാൻ കാര്യം, അവർ ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നറിഞ്ഞു. ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ നീ ഇങ്ങനെ ആയിത്തീരും, നാളെ നിൻ്റെ ഭാവി ഇങ്ങനെയാകും, നിൻ്റെ തലമുറ ഇങ്ങനെയാകും എന്ന് വിധി എഴുതുന്നവരുടെ വിധി എഴുത്തിൽ മാറ്റം വരുത്താൻ കഴിവുള്ള ഒരാളുണ്ട്. അതാണ് യേശു. ആ യേശുവിനോട് ചേർന്ന് നിൽക്കൂ. സ്വർഗത്തിലെ ദൈവം പഠിപ്പില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, സാമാന്യരായ, ദേശത്തറിയപ്പെടാത്ത, കുലഹീനമായ കുടുംബങ്ങളിൽ ജനിച്ച് ആരും വില കൽപ്പിക്കാത്ത അനുഭവത്തിൽ കടന്നുപോയ ഈ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച യേശുവിനോട് ചേർന്ന് നടന്ന ശിഷ്യന്മാർ, അവരെ നോക്കിയിട്ട് ഉന്നതന്മാർ പറഞ്ഞ വാക്ക്, അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ. ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ വളരെ നിരാശപ്പെട്ടിരിക്കാം മറ്റുള്ളവരുടെ വാക്ക് കേട്ട്. ഓർക്കുന്നുണ്ടാവും ദാവീദിനെക്കുറിച്ച് ദാവീദിൻ്റെ സഹോദരങ്ങൾ പറഞ്ഞത്, നീ എന്തിനാ ഇവിടെ വന്നേ? ഗോലിയാത്ത് വന്ന് വെല്ലുവിളിക്കുക, ശൗലും മറ്റ്
പടയാളികളും പിന്മാറിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ദാവീദിൻ്റെ സഹോദരന്മാർ, പട്ടാളത്തിലുള്ളവർ ഇത് കാണാൻ വന്ന ദാവീദിനെ എന്നോട് ചോദിക്കുന്ന ചോദ്യം, നീ ആടുകളെ മേയ്ക്കുന്നതല്ലേ നിന്നെ ഏൽപ്പിച്ചേ, നീ പൊയ്ക്കോ ഇവിടെ നിന്ന്, നിനക്കിവിടെ എന്താ കാര്യം? അങ്ങനെ ചോദിച്ച ആ നിന്ന് ഏറ്റുവാങ്ങിയ ദാവീദിനെ കൊണ്ട് ദൈവം ഗോലിയാത്തിൻ്റെ തല വെട്ടിമാറ്റി. ഇന്ന് ആരുടെയും തല വെട്ടിമാറ്റാനല്ല, ഇന്ന് ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ തലയ്ക്ക് മുകളിലേക്ക് ചെന്നെത്താൻ നിങ്ങൾക്ക് കഴിയും. ഇങ്ങനെ നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ജീവിതം വരച്ച് കുറിയിട്ടിരിക്കുന്നവരുടെ മുൻപിൽ തല ഉയർത്തി നിർത്തുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അതേ പ്രിയരെ, യേശു നിങ്ങളെ അണയ്ക്കുന്നു. യേശുവിനോട് കൂടെ നടക്കാം, ആ വചനത്തോട് കൂടെ നടക്കാം, ആ വചനത്തോട് പറയാം. തിരുവചനം പറയുന്നു, വീട്ടുകാർ തള്ളിക്കളഞ്ഞ കല്ല് വീടിൻ്റെ മൂലക്കല്ലായി മാറുന്നു. നീ ഒന്നുമാകത്തില്ല, ഈ വീട്ടിന് ഗുണം പിടിക്കാത്ത ഒന്നാണ് എന്ന് പറയുന്നവരുടെ നടുവിൽ ആ വീട്ടിനു വേണ്ടി ഒരു മൂലക്കല്ലായി, ഒരു അടിസ്ഥാനക്കല്ലായി, ഒരു ശക്തമായൊരു കേന്ദ്രമായി, ഒരു പ്രൊവൈഡറായി ദൈവം നിങ്ങളെ മാറ്റുന്നു. ദൈവം നിങ്ങളുടെ ഭാവി മാറ്റാൻ, ദൈവം മനുഷ്യർ വരയ്ക്കുന്ന വര മാറ്റാൻ, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ നടക്കാം. ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.